ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം ഷാഹുൽ മലയിൽ. എല്ലാവർക്കും സുഖമല്ലേ? കഥ കേട്ട് നിങ്ങൾ ചിരിക്കുന്ന പോലെ തന്നെ കമൻറ്റുകൾ വായിച്ച് ഞങ്ങളും ചിരിക്കാറുണ്ട്. ഞങ്ങൾ എന്ന് പറയുമ്പോൾ ഞാനും സ്വപ്നത്തിൽ ഞാനുമല്ല, ഞാനും എൻ്റെ എഡിറ്റർ ഫൈസൽ സി നൂഞ്ഞേരിയുമാണ്. ഫൈസലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം ഒരു പാവമാണ്, സാധുവാണ്, മനസ്സിലൊന്നുമില്ല, അതുപോലെ തന്നെ തലയിലും മൂക്കിൽ വരലിട്ടാൽ പോലും കടിക്കാത്ത ഒരു സാധുവായിട്ടുള്ള ഫൈസൽ സി നൂഞ്ഞേരി സ്റ്റുഡിയോയിൽ വന്നപ്പോൾ ഞാൻ ഫൈസലിൻ്റെ കമൻറ്റുകൾ വായിച്ച് കേൾപ്പിച്ചു കൊടുത്തു. അപ്പോൾ വായിച്ച് കേൾപ്പിച്ചു കൊടുക്കുമ്പോൾ അദ്ദേഹം ചിരിക്കുക മാത്രമല്ല, ചിരിച്ചിരിച്ച ആൾ തല കറങ്ങി താഴെ വീണ് ബോധം പോയി. അത് പിന്നെ പണ്ടില്ലാത്തതുകൊണ്ട് വലിയ കുഴപ്പമില്ല. എന്നാലും ആ ഭീകര ദൃശ്യങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കമൻറ്റുകളെല്ലാം വായിച്ച് ഞാൻ ചിന്തിച്ചു. അപ്പോൾ എൻ്റെ വല്ലാത്ത തലയിൽ ഇല്ലാത്ത ബുദ്ധിയിൽ തെളിഞ്ഞൊരു ഐഡിയ ആണ്. നമുക്ക് ഇൻട്രോ എന്ന് പറഞ്ഞ് സ്റ്റാർട്ടിങ്ങിൽ തുടങ്ങുന്നത്. ഇൻട്രോ എന്ന് പറഞ്ഞിട്ട് നമുക്ക് അവസാനം വെച്ചാലെന്താ? ആദ്യം തുടങ്ങേണ്ട സംഭവം അവസാനം വെച്ചാൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? കൈനീട്ടം വൈകിട്ടായ കുഴപ്പമുണ്ടോ? കഥ കേൾക്കുന്നവർക്ക് സ്മൂത്ത് ആയിട്ട് തുറക്കുമ്പോൾ തന്നെ കഥയും കേൾക്കാം. കഥ അവസാനിച്ചതിന് ശേഷം ഇൻട്രോ തുടങ്ങിയാൽ ഇൻട്രോ ആവശ്യമില്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്യുകയും ചെയ്യാം, താല്പര്യമുള്ളവർക്ക് കേൾക്കുകയും ചെയ്യാം. അപ്പോൾ കുറച്ചുകൂടി പേരുടെ കമൻറ്റ് വായിക്കാനുള്ള സമയം കൂടി കണ്ടെത്താം. അപ്പോൾ ഞാൻ ഈ പറഞ്ഞതിനോട് നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ പ്രിയമുള്ളവരെ, കഥ കേൾക്കാൻ കണ്ണിൽ മണ്ണെണ്ണ ഒഴിച്ച് കാത്തിരിക്കുന്ന നിങ്ങൾക്ക് മുമ്പിൽ ഞാൻ അധികം നിന്ന് വലിച്ച് നീട്ടുന്നില്ല, ചുരുക്കി കൂട്ടുന്നു കഥയിലേക്ക്. എ ടോം ആൻഡ് ജെറി ലവ്. രചന സൂര്യ സച്ചു. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി നൂഞ്ഞേരി. ഇവൾക്ക് ഈ ഇടിച്ചു കയറി തള്ളുക തന്നെയാണോ പണി? അനു ആത്മയാണ് ഉദ്ദേശിച്ചെങ്കിലും സൗണ്ട് ഇച്ചിരി കൂടിപ്പോയി. ആണെങ്കിൽ നീ എന്ത് ചെയ്യും? നീ ആരടി ഇതൊക്കെ പറയാൻ? നീ എന്താ ഇവിടെ? ആനി എന്തോ പറയാമെന്ന് കിച്ചു മേലെ നിന്ന് വന്നു. അത് പിന്നെ നീ ഇന്ന് ഓഫീസിൽ പോയില്ലേ കിച്ചു? ഞാൻ കരുതി നീ പോയി കാണുന്നു. ഒന്നും അറിയാത്ത പോലെ നടിച്ചു. അതത്ര വിശ്വസനീയമല്ലല്ലോ. അനു ആത്മ. ഞാനിന്ന് പോയിട്ടില്ല. നീ എന്താ ഇവിടെ? കിച്ചു. അന്ന് വന്നപ്പോൾ ദേവിയമ്മയുടെ ഭക്ഷണം കഴിക്കാൻ പറ്റിയില്ല, അപ്പൊ പിന്നെ ഇന്ന് വരാന്ന് കരുതി. എവിടെ ദേവിയമ്മ? തകർത്ത് അഭിനയിക്കുകയാണോ? അവന്റെ അഭിനയമാണെങ്കിൽ അവനൊരു അവാർഡ് കൊടുക്കേണ്ടി വരും. ആന അവളെ നോക്കി പുച്ഛിച്ചിട്ട് കിച്ചുവിന്റെ നേരെ തിരിഞ്ഞു. ദേവിയമ്മ എവിടെ കിച്ചു? അത് തന്നെയല്ലേ അവളും പറഞ്ഞ്. അമ്മ അമ്പലത്തിൽ പോയെന്ന്. അനു വാപ്പുത്തി നിന്ന് ചിരിച്ചു. ആന അവളെ നോക്കി ഒന്ന് ദഹിപ്പിച്ചു. അത് പിന്നെ അമ്മ ഇപ്പൊ വരും? അറിയില്ല, കുറച്ച് ടൈമാവും. ഓക്കെ, അതുവരെ ഞാനിവിടെ നിന്നോളാം. ഇനിയിപ്പോൾ നീ ഓഫീസിൽ പോകുമ്പോൾ എന്നെ കൂടെ കൊണ്ടുപോയാൽ മതി. അതാണ് നിന്റെ മനസ്സിലിരിപ്പല്ലേ? അതിനു വേണ്ടിയാണല്ലേ ചെരുവം വിഴുങ്ങിയ ചേരയെ പോലെ ഇങ്ങനെ കിടന്ന് ഉഴലുന്ന നീ? കാണിച്ചരാടി ഞാൻ. അതിന് കിച്ചേട്ടൻ ഇന്ന് ഓഫീസിലേക്ക് വരുന്നില്ല. എന്ത്? ആൻ അവളെ സംശയത്തോടെ നോക്കി. കിച്ചേട്ടൻ ഇന്ന് ഓഫീസിലേക്ക് വരുന്നില്ലെന്ന് അനു കിച്ചുവിൻ്റെ അടുത്തേക്ക് ചേർന്ന് നിന്നുകൊണ്ട് പറഞ്ഞു. ആസനത്തിൽ വെടിയേറ്റ കാട്ടുപന്നിയെ പോലെ കിച്ചു അവൾ അന്തം വിട്ട് നോക്കി. ആനിനെ ഇടം കണ്ടിട്ട് അവന് നോക്കുന്ന കണ്ടപ്പോൾ അവന് കാര്യം മനസ്സിലായി. അല്ലേ കിച്ചേട്ടാ? അതെ, ഞാൻ വരുന്നില്ല. ആനിനൊന്നും പറയാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. എന്നാൽ ഇവർ രണ്ടാളെ ഒറ്റയ്ക്ക് അവിടെ നിർത്താൻ അവൾക്ക് പറ്റിയില്ല. ഇറ്റ്സ് ഓക്കെ, ഞാൻ തനിയെ പോയിക്കോളാം. എന്തായാലും ദേവിയമ്മ വന്നിട്ട് ഞാൻ പോകുന്നുള്ളൂ. ദേവിയമ്മയ്ക്ക് വരാൻ കുറച്ച് നേരമാവും. പോയിട്ട് പിന്നെ ഒരു ദിവസം വാ. അനു. അത് ഞാൻ തീരുമാനിച്ചോളാം. ഇനി ഞാൻ കാണാൻ വന്നിട്ട് കണ്ടിട്ട് തന്നെ പോവുള്ളൂ. എന്താ കഴിച്ചു ഇത്? എന്നോട് ഇറങ്ങിപ്പോകാനല്ലേ അവൾ പറയുന്നത്? ഇങ്ങനെയാണോ വീട്ടിൽ വന്ന ഒരാളോട് പെരുമാറുക? ഒരു മര്യാദയില്ലേ? ഷെയിം. അയ്യോ, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചെന്നല്ല. ഞാൻ നിന്നെ ഇവിടെ ഇങ്ങനെ അധികം നിർത്തി മുഷിപ്പിക്കേണ്ടെന്ന് കരുതി പറഞ്ഞതാ. അനു മതി, അവൾ അതിഥിയാ. അവളോട് തട്ടിക്കയറാൻ നിൽക്കരുത്. അവൾ കാണാൻ വന്നിട്ടുണ്ടെങ്കിൽ കണ്ടിട്ട് പൊക്കോളും. അവളോട് ഇറങ്ങിപ്പോകാൻ പറയാനായിട്ടില്ല നീ. കിച്ചു പെട്ടെന്ന് അവളോട് ചൂടായി. അനുവിന്റെ കണ്ണുകൾ പെട്ടെന്ന് നിറഞ്ഞു വന്നു. ഒരു തമാശക്ക് പറഞ്ഞതാണ്. കിച്ചു ദേഷ്യപ്പെട്ടപ്പോൾ എന്തോ ഉൾക്കൊള്ളാൻ പറ്റിയില്ല. അവൾ നിറഞ്ഞ കണ്ണ് ആരും കാണാതെ റൂമിലേക്ക് പോയി. നിന്റെ മനസ്സിൽ ലഡുപൊട്ടി. അവൾക്ക് കുറച്ച് ആശ്വാസം കിട്ടി. നീ ഇവിടെ ഇരുന്നോ, അമ്മ കുറച്ച് കഴിഞ്ഞാൽ വരും. കിച്ചു റൂമിലേക്ക് പോയി. കുറച്ചു നേരം അവിടെ ഇരുന്ന് ഓരോന്നൊക്കെ ആലോചിച്ചു. അവന് കുറച്ചു നേരം റൂമിലിരുന്നിട്ട് പിന്നെ താഴേക്ക് വന്നു. താഴെ വന്നത് അടുക്കളയിലേക്ക് പോകുന്നതാണ് കണ്ടത്. അവൾ കാണാതെ പിന്നാലെ പോയി. എന്തെങ്കിലും ഒരു പണി ആനിന് കൊടുക്കണം എന്നുള്ള ഒരൊറ്റ ആഗ്രഹം. ഒരു ഗ്ലാസ് എടുത്ത് കഴുകി അതിലേക്ക് വെള്ളമൊഴിക്കാൻ തുടങ്ങിയതും ഒരു കോൾ വന്നു. അവൾ ആ ഗ്ലാസ് അവിടെ വെച്ച് കോൾ അറ്റൻഡ് ചെയ്യാൻ പോയി. അവൾ പോയെന്ന് ഉറപ്പായതും അനുമെല്ലാം അടുക്കൽ കയറി ചുറ്റിലും പരതി. അവസാനം ഉപ്പുപാത്രം കണ്ടതും കൊച്ച അതുപോയി എടുത്തു. അവൾ കുറച്ച് ഉപ്പ് കയ്യിലെടുത്ത് ഗ്ലാസിൻ്റെ ഉള്ളിൽ തേച്ച് പിടിപ്പിച്ചു. കണ്ടാൽ ഉപ്പുള്ളതായിട്ട് തോന്നില്ല. അവൾ ആ ഗ്ലാസ് അവിടെ വെച്ച് അടുക്കളയിൽ നിന്ന് പുറത്തേക്ക് വന്നു. നീ എന്താ അവിടെ ചെയ്യുന്നത്? ബാക്കിൽ കിച്ചുവിൻ്റെ ശബ്ദം കേട്ടത് അവൾ തിരിഞ്ഞു നോക്കി. അവൾ അവനെ മറികടന്ന് പോയി. എന്നെ അവിടെ മുമ്പിൽ ചീത്ത പറഞ്ഞില്ലേ? വീണ്ടും കാലം നിന്നോട്. ഞാൻ അത്രയ്ക്ക് ആയിട്ടില്ല പോലും. പാവം ഞാൻ. അനു പിറുപിറുത്തോണ്ട് സോഫയിൽ ചെന്നിരുന്നു. അവളുടെ നിറഞ്ഞ കണ്ണുകൾ വേറെ ആരും കണ്ടില്ലെങ്കിലും കിച്ചു കണ്ടിരുന്നു. ആനവളെ മോശക്കാരിയായി കണ്ടോ എന്ന ചിന്തയാണ് അവൻ അങ്ങനെയൊക്കെ പറഞ്ഞത്. റൂമിലിരുന്നിട്ട് കാര്യമില്ലെന്ന് കണ്ടുകൊണ്ടാണ് താഴേക്ക് ഇറങ്ങി വന്ന്
അവളുടെ മുഖത്തെ കളലക്ഷണം കണ്ടപ്പോൾ അവളെന്തോ ഒപ്പിച്ച് വെച്ചിട്ടുണ്ടെന്ന് അവന് മനസ്സിലായി. കോള് കഴിഞ്ഞ് ആന ഗ്ലാസ്സിൽ വെള്ളം എടുത്ത് കുടിച്ചു. അപ്പൊ തന്നെ ആന ആ വെള്ളം നിലത്തേക്ക് തുപ്പി. കിച്ചു ഇത് കണ്ട് പകച്ചു. എന്താണിത്? കിച്ചു. അത് കിച്ചു, ഈ വെള്ളത്തിൽ ഉപ്പ്. കിച്ചു തിരിഞ്ഞു നോക്കി. അവന് വാതിലിന്റെ അവിടെ നിന്ന് ചിരിക്കുന്നുണ്ട്. അവന് ഏകദേശ ധാരണ കിട്ടി. നിലത്താകെ വെള്ളമായി. ഇത് ചവിട്ടിനി ആരും വീഴണ്ട, ഒന്ന് തുടച്ചേക്ക്. കിച്ചു. ഞാനോ? പിന്നെ നീല നിലത്തേക്ക് തുപ്പിയത്. എന്നാൽ കിച്ചു, ഞാനെങ്ങനെ തുടക്കും? ഞാൻ പറഞ്ഞുതരാം. ഒരു തുണി എടുക്കുക, കുനിഞ്ഞു നിൽക്കുക, എന്നിട്ട് നിലത്തിട്ട് പതുക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല വൃത്തിക്ക് തുടക്കുക. ഇത്രയേ ഉള്ളൂ കാര്യം. അവന് വാതിലിന്റെ അവിടെ നിന്ന് പറഞ്ഞു. ഏയ് യു! ആൻ ദേഷ്യത്തിൽ അവളെ നോക്കി. എന്തായാലും തുടച്ചേക്ക്, ആരെങ്കിലും വീണാലോ. കിച്ചു അടുക്കളയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. വാതിലിന്റെ അവിടെ എത്തിയത് അവനും നിന്നു. നിന്റെ പണിയാണോടി? കിച്ചു. ഏയ് എന്റെയോ? ഞാൻ വിശ്വസിച്ചു. ഓ ആയിക്കോട്ടെ, വിശ്വസിച്ചാലില്ലെങ്കിൽ എനിക്കെന്താ? അവളെ കൊണ്ട് തുടപ്പിച്ച് ഇഷ്ടമായി കാണില്ല അല്ലേ? നിന്നോട് ഞാൻ അങ്ങനെ പറഞ്ഞോന്ന്? ഇല്ല. പേടികൊണ്ട് അനുവിന്റെ കൃഷ്ണമണികൾ തുറിച്ച് താഴേക്ക് ചാടി കട്ടിലിനടിയിൽ ഒളിച്ചു. അപ്പൊ പേടിയുണ്ട്. അങ്ങോട്ട് മാറിക്ക്. അവന് കിച്ചുവിനെ തള്ളി മാറ്റിക്കൊണ്ട് ഹാളിലേക്ക് നടന്നു. അയാനൊരു തുണിയും പിടിച്ച് സ്ലാബിന്റെ അവിടെ നിന്നു. എന്നാലും വെള്ളത്തിലെങ്ങനെ ഉപ്പ് വന്നു? അവൾ ഇടുപ്പിൽ കൈയും കുത്തി തുണിയും കറക്കി അവിടെ നിന്നു. അവൾ ജഗ്ഗിലുള്ള വെള്ളം കുടിച്ചു നോക്കി. ഇതിലൊന്നുമില്ലല്ലോ, എവിടുന്ന് വന്നു? എന്തായാലും തുടച്ചേക്കാം, ഇല്ലെങ്കിൽ ചിലപ്പോൾ പണിയാവും. അവൾ അതും പറഞ്ഞ് വെള്ളം മുന്നിലുണ്ടെന്ന് ഓർക്കാതെ കാലെടുത്ത് വെച്ചു. ആൻ ചന്തിയും കുത്തി നിലത്ത് വീണു. അനു വാതിലിന്റെ അവിടുന്ന് വയറ് പൊത്തി പിടിച്ചിരിച്ചു. ചിരിച്ചിരിച്ച് അനുവിന്റെ വയറ്റിലെ കുടൽമാലകൾ ബ്രേക്ക് ഡാൻസ് നടത്തി. ഹേയ് യു, അധികം ചിരിക്കണ്ട. ആനിന് അവള് ചിരിയാണ്ട് ദേഷ്യം വന്നു. ഓ ഇല്ല, ആദ്യം മോൾ അവിടെ നിന്ന് എണീക്ക്. നീ പൊടി, ഞാൻ എണീറ്റോളാം. എന്റെ കാര്യം നീ അന്വേഷിക്കണ്ട. ഞാനൊന്നും വരുന്നില്ല, എനിക്കതല്ലേ പണി. ഒന്ന് പോയടി. അവന് തിരിച്ചു കടന്നു. ആൻ ദേഷ്യം കൊണ്ട് കൈ ചുരുട്ടി നിലത്തിടിച്ചു. എനിക്കാൻ തരാടി, എന്നെങ്കിലും എനിക്ക് നിന്നെ കൈ കിട്ടും. ആൻ നിലത്തെ വെള്ളമൊക്കെ തുടച്ച് മേലേക്ക് വന്നു. നടുവിന് കൈയും കൊടുത്താണ് വരവ്. ഇനി അവിടം വരെ എങ്ങനെ നടന്നെത്തുവെന്തോ. തുള്ളി കളിക്കുന്ന കുഞ്ഞിപ്പുഴുവിനെ പോലെ തുള്ളി ചാടി വന്ന അനുവാണെങ്കിൽ ഓപ്പോസിറ്റ് വരുന്ന ആനിനെ കണ്ടതുമില്ല. അവൾ നേരെ ചെന്ന് ആനിനെ ഇടിച്ചു. നിനക്ക് കണ്ണില്ലേ? നിന്റെ മുഖത്തുണ്ടല്ലോ ഹെഡ്ലൈറ്റ് പോലത്തെ രണ്ട് ഉണ്ടക്കണ്ണുകള്. ഇടി ഇങ്ങോട്ട് വന്ന് ഇടിച്ച് നീയല്ലേ? നീ ഇങ്ങനെ കിടന്ന് തുള്ളുന്ന എന്തിനാ? ഒന്ന് ഇടിച്ചു എന്നല്ലേ ഉള്ളൂ, തള്ളി താഴെ നിട്ടിട്ടില്ലല്ലോ. അനു, തള്ളി താഴിട്ട് നോക്ക്, അപ്പൊ കാണാം. എനിക്ക് വേറെ പണിയില്ലായിട്ടല്ലേ. ഒന്ന് പോയിടി. ഇന്ന് രാവിലെ കിച്ചന്റെ കയ്യിൽ നിന്ന് കിട്ടിയില്ല നിനക്ക്. എന്നെ എന്തേലും ചെയ്താ അവൻ നിന്നെ വെറുതെ വിടില്ല. കിച്ചേണ്ണ അതല്ലേ പണി. മാറി നിൽക്കടി അങ്ങോട്ട്. ആൻ അനുവിനെ തള്ളി മാറ്റാൻ നോക്കി. ഇപ്പുറത്തൊരു ഹോക്കി കളിക്കാനുള്ള സ്ഥലം ഉണ്ടായിട്ടും നിനക്ക് എന്നെ തള്ളി തന്നെ മുന്നോട്ട് പോകണോ? മാറി. ആൻ അനുവിനെ പിടിച്ച് നല്ല ബലത്തിലും തള്ളി. അനുവാണെങ്കിൽ ഇറക്കത്തിൽ വെച്ച് ബ്രേക്ക് പോയ ലോറിയെ പോലെ അവിടെ അടഞ്ഞു കിടന്ന മുറിയുടെ ഉള്ളിലേക്ക് തെറിച്ചു വീണു. തലയിടിച്ച് വീണുകൊണ്ട് അവൾ ആ റൂമിൽ തലക്ക് കൈകൊടുത്ത് കിടന്നു. ആനാകെ ഞെട്ടിപ്പോയി. അവൾ അനുവിന്റെ അവിടേക്ക് നടക്കാൻ തുടങ്ങിയതും ബഹളം കേട്ട് കിച്ചു അങ്ങോട്ടേക്ക് വരുന്ന കണ്ട് ആൻ വേഗം ആ റൂമിന്റെ വാതിലടച്ചിട്ടു. എന്താ ഇവിടെ? അതൊന്നുമില്ല കിച്ചേട്ടാ. ആനിനെ എന്ത് ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു. കിച്ചു എങ്ങാനും അനുവിനെ ഈ അവസ്ഥയിൽ കണ്ടാൽ പിന്നെ തന്നെ ബാക്കി വെക്കില്ലെന്ന് അവൾക്ക് അറിയാം. നീ എന്താ കിടന്ന് പരിങ്ങുന്നത്? ഒന്നുമില്ല കിച്ചേട്ടാ, ഞാനിന്ന് ഇറങ്ങട്ടെ. നീയല്ലേ പറഞ്ഞു അമ്മ നിന്റെ പോകുന്നുള്ളൂന്ന്? അല്ല, അത് പോവേണ്ട ഒരു ആവശ്യമുണ്ട്, അതാ. നീ അന്ന് വന്നിട്ട് നിന്നില്ലല്ലോ, ഇനിയിപ്പോ അമ്മ വന്നിട്ട് പോവാം. ഇല്ല, എനിക്ക് പോണം. ആൻ വേഗം സ്റ്റെപ്സ് ഇറങ്ങി. കിച്ചു ഇവൾക്ക് ഇത് എന്ത് പറ്റിയെന്നറിയാതെ അവിടെ നിന്നു. പിന്നെ അവനവളെ നിർബന്ധിക്കാൻ നിന്നില്ല. റൂം അടച്ച കാരണം അതിൽ അനുണ്ടെന്ന് അവന് മനസ്സിലായില്ല. അനു റൂമിലുണ്ടാവുമെന്ന് കരുതി അവൻ സ്വന്തം മുറിയിൽ വന്നിരുന്നു. അനു തലക്ക് കൈകൊടുത്ത് എണീറ്റു. അന്നത്തെ ആക്സിഡന്റിൽ തലയിടിച്ച ഭാഗത്ത് തന്നെ ആയതുകൊണ്ട് അവൾക്ക് നല്ല വേദനയുണ്ടായിരുന്നു. മുറിയുടെ വാതിലും ജനൽ അടഞ്ഞു കിടക്കുന്നതുകൊണ്ട് മൊത്തം ഇരുട്ടായിരുന്നു. പെട്ടെന്ന് ഇരുട്ട് കണ്ടപ്പോൾ അവൾക്ക് എന്തൊക്കെയോ തോന്നി. ഇരുട്ട് അവൾക്ക് അസഹനീയമായി തോന്നി. ഒന്ന് ശബ്ദമെടുക്കാൻ പോലും അവൾക്ക് പറ്റാത്ത അവസ്ഥയായിരുന്നു. ആൻ പോയതിൽ കിച്ചുവിന് പന്തികേട് തോന്നി. അനുവിനെ പിന്നെ കണ്ടതുമില്ല. അവൻ അനുവിന്റെ റൂമിൽ ചെന്ന് നോക്കി. അവിടെ അവൾ ഉണ്ടായിരുന്നില്ല. ഇവളിത് എവിടെ പോയി? ഇവിടെ ഒന്നും കാണാനില്ലല്ലോ. ബാത്റൂമിൽ കാണുന്ന കരുതി അവൻ തിരിച്ച് റൂമിലേക്ക് നടന്നു. അനു വീണ റൂമിന് മുമ്പിലെത്തിയതും അതിൻ്റെ ഉള്ളിൽ നിന്ന് ശബ്ദങ്ങൾ കേട്ട് അവനൊന്ന് നിന്നു. ഈ റൂമിൻ്റെ ഉള്ളിൽ ആരാ? അവൻ സംശയത്തോടെ വാതിൽ തുറന്നു. ഇരുട്ട് നിറഞ്ഞ ആ മുറിയുടെ ഒരു മൂലയിൽ നിന്ന് ഞരക്കം കേട്ട് അവൻ ആ മുറിയുടെ ലൈറ്റ് ഓൺ ചെയ്തു.
മുറിയുടെ മൂലയിൽ മുട്ടിൽ മുഖം പൊത്തി ഒതുങ്ങിയിരിക്കുന്ന അനുവിനെ കണ്ടതും അവൻ അവളുടെ അടുത്തേക്ക് ഓടിച്ചെന്ന് അവളുടെ അടുത്ത് മുട്ടുകുത്തിയിരുന്നു. അനു, ഇടി അനു, നീ എന്താ ഇങ്ങനെ ഇരിക്കുന്നേ? അവൻ അവളെ തട്ടി വിളിച്ച്. ഇവിടെ ഇരുട്ടാണ്, എനിക്ക് പേടിയാ. അവൾ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരുന്നു. അപ്പോഴാണെന്ന് ദേവു അനുവിന് ഇരുട്ട് പേടിയാണെന്ന് പറഞ്ഞ് അവൻ ഓർത്ത്. പ്രിയു. കിച്ചു അനുവിന്റെ കവിളിൽ കൈവച്ച് അവളുടെ മുഖം പൊക്കാൻ നോക്കി. അവൾ മുറുകെ കണ്ണുകൾ അടച്ചു പിടിച്ചിരിക്കുകയാണ്. അവളുടെ പിരിമുറുക്കങ്ങൾ കണ്ട് കിച്ചു ആകെ അസ്വസ്ഥനായി. കിച്ചു അവളെ രണ്ട് കൈകളിലും കോരിയെടുത്തുകൊണ്ട് അവളുടെ മുറിയിലേക്ക് നടന്നു. കിച്ചു അവളെ സൂക്ഷിച്ച് ബെഡിൽ കിടത്തി നേരെ നിൽക്കാൻ തുടങ്ങിയതും അനു അവന്റെ ഷർട്ടിൽ പിടിച്ചു. അവൻ അവളുടെ കൈയെടുത്ത് മാറ്റാൻ നോക്കിയപ്പോഴൊക്കെ അവൾ മുറുകെ തന്നെ പിടിച്ചു. അവസാനം അവൻ അവളുടെ അടുത്ത് ബെഡിലിരുന്നു. അവന്റെ ഡ്രസ്സിൽ മുറുകെ പിടിച്ച് കണ്ണുകൾ ഇറുകെ അടച്ച് കിടക്കുന്ന അവളെ കണ്ടതും അവന് പാവം തോന്നിപ്പോയി. അവൾ നന്നായി പേടിച്ചിട്ടുണ്ടെന്ന് അവന് മനസ്സിലായി. അവൻ അവളുടെ തലയിൽ തലോടിക്കൊണ്ടിരുന്നു. അവൾ ചെറുതായി തലവെട്ടിച്ചും കൈയൊക്കെ ചുരുട്ടി പിടിച്ചും ഞെരങ്ങിക്കൊണ്ട് കിടന്നു. ഏയ്, നീ ഇങ്ങനെ പേടിക്കല്ലേ, ഒന്നുമില്ല, നീ ഒറ്റക്കല്ലല്ലോ, ഞാനില്ലേ ഇവിടെ. കിച്ചു അവളുടെ കവിളിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു. പതിയെ അവളുടെ ഞരക്കങ്ങൾ കുറഞ്ഞു വന്നു. അവൾ ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ അവന്റെ തലോടലിൽ മയങ്ങിപ്പോയി. അവൻ അവളെ തന്നെ നോക്കിയിരിക്കുകയായിരുന്നു. പെട്ടെന്ന് അവളുടെ മുടിയിൽ അവന്റെ വള കുടുങ്ങി. അവൾ അത് വലിച്ചെടുക്കാൻ നോക്കിയെങ്കിലും കിട്ടിയില്ല. ഇനിയും വലിച്ചാൽ അനുവിന് വേദനിക്കുമെന്നറിയാവുന്നതുകൊണ്ട് അവൻ അവളുടെ തലയുടെ അവിടേക്ക് മുഖം അടുപ്പിച്ച് വള ഊരിയെടുക്കാൻ നോക്കി. പുറത്തുനിന്നൊരാൾ കണ്ടാൽ കിച്ചു അനുവിനെ പിടിച്ച് കിസ് ചെയ്യുന്നതായിട്ടേ തോന്നും. വിച്ചുവിന്റെ അലർച്ച കേട്ടതും കിച്ചു ഞെട്ടി വാതിലിന്റെ അവിടേക്ക് നോക്കി. പിന്നെ ചുണ്ടത്ത് വിരൽ വെച്ച് മിണ്ടലിന്റെ ആംഗ്യം കാണിച്ചു. അവളെ ഉറക്കി കിടത്തി നീ എന്റെ പെങ്ങളെ ഉമ്മവെക്കുന്ന ഞാൻ നോക്കി നിൽക്കണോ? എന്നിട്ട് മിണ്ടലേന്ന്. വിച്ചു. കിച്ചു അന്തം വിട്ട് വിച്ചുവിനെ നോക്കി. നീ ഇതെന്ത് കോക്കനട്ട് ഫ്രൈഡാ ഈ പറയുന്നത്? ഞാനിവളെ എന്ത് ചെയ്തു എന്നാ? ഞാൻ കയറി വന്നപ്പോ എന്തായിരുന്നടാ നീ ഇവളെ ചെയ്തോണ്ടിരുന്നത്? ഇവളെന്താ ഇങ്ങനെ കിടക്കുന്നത്? നീങ്ങി വന്നേ. കിച്ചു വിച്ചുവിന്റെ കൈയും പിടിച്ച് അവന്റെ റൂമിന് പുറത്തേക്ക് കൊണ്ടുവന്നു. എന്തിനാടാ എന്നെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്ന്? ഞാൻ അവളെ പോയി നോക്കട്ടെ. വിച്ചു. എടാ, നീ വിചാരിക്കുന്ന പോലെ അല്ല. മതി, എന്നാലും നീ. വിച്ചു കണ്ണൊക്കെ നിറച്ച് ചോദിച്ചു. സായി കെട്ടി കിച്ചു വിച്ചുവിന്റെ പുറത്തിനിട്ടൊന്ന് കൊടുത്തു. എന്താ ഉണ്ടായേ? എന്തിനാ ആളുകൾ പടക്കം പൊട്ടിച്ചേ? ഇന്ന് വിഷു എന്ന ഭാവത്തിൽ വിച്ചു. അമ്മച്ചിയേ, എന്റെ പുറന്നീ ഇപ്പൊ മലപ്പുറം ആക്കിയല്ലോടാ. 2 ഓലക്കീറോ വെള്ള തുണി എടുത്തോളൂ എന്നെ മൂടാൻ. മിണ്ടാണ്ടിരിക്കടാ, അവളെ ഉണർത്തണ്ട. കിച്ചു. ഓഹോ, അവളെ ഉണർന്നാ കുഴപ്പാണല്ലേ? നീ എന്താണ് അവൾ ചെയ്ത് പറയണോ? ദേ നീ എന്റെ കയ്യിൽ നിന്ന് മേടിച്ചു കൂട്ടും. കിച്ചു. ഡോണ്ടു, അത് വേണ്ട, ഇപ്പൊ കിട്ടിയെന്നെ മതി. എന്തൊരു വേദന. കിച്ചു അവന് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. അങ്ങനെ പാണാ, ഇപ്പോഴെന്നെ കാര്യങ്ങൾ മനസ്സിലായത്. ഇതങ്ങോട്ട് ആദ്യം പറയണ എന്റെ കിച്ചൂട്ടോ. വിച്ചു കിച്ചുവിന്റെ കവിളിൽ പിടിച്ചു വലിച്ചുകൊണ്ട് പറഞ്ഞു. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. കിച്ചു. ഐ ആം ദി സോറി കളിയാ, ഐ ആം ദി സോറി. അല്ലെങ്കിലും എനിക്കറിയാം നീ അങ്ങനെയൊന്നും ചെയ്യൂലെന്ന്. നീ ഒരു നിഷ്കളങ്കനാടാ, ശുദ്ധനാ, പാവാ, പഞ്ചപാവം, തെണ്ടി. എന്നിട്ടാടാ ഞാൻ അവളെ എന്തോ ചെയ്തെന്ന് പറഞ്ഞു വന്ന്. അത് പിന്നെ ചില തെറ്റിദ്ധാരണയുടെ പുറത്തുണ്ടായിട്ടുള്ള നിസ്സംഗതയുടെ അസാന്നിധ്യങ്ങളിൽ, സംഘർഷഭരിതമായിട്ടുള്ള നിമിഷങ്ങളിൽ ഞാൻ എടുത്ത തെറ്റായിട്ടുള്ള ഒരു തീരുമാനത്തിന്റെ പ്രതിഫലനമായിട്ട് പുറത്തു വന്ന ചില വാക്കുകളായിരുന്നു അത്. അതുകൊണ്ട് തന്നെ എൻ്റെ പ്രിയ സുഹൃത്ത് അത് ദയവായി ക്ഷമിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നിന്റെ ഈ ഭാഷ മനസ്സിലാക്കാൻ ഞാൻ ഡിക്ഷണറി നോക്കേണ്ടി വരും. അല്ല, നീ എന്താ ഇവിടെ? നീ ഓഫീസിൽ പോയതല്ലേ? കിച്ചു. ഞാൻ ഫയർ എടുക്കാവുന്ന. പിന്നെ ആനു വന്ന് ഇങ്ങോട്ടേക്കാണല്ലോ. ഇത് അവളുടെ പണിയാവാൻ ചാൻസ് ഉണ്ട്. പക്ഷെ അനുവിനിരുട്ടി പേടിയാണെന്ന് അവൾക്കറിയോ? വിച്ചു. ആവോ, അവളുടെ പരിങ്ങൽ കണ്ടപ്പോഴെന്തോ പന്തികേട് എനിക്ക് തോന്നിയതാ. കിച്ചു. അനുവിന് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? ഏയ് ഇല്ല, അവളുറങ്ങി, പേടിച്ചിട്ടുണ്ട് പാവം. ഇപ്പോഴാണ് ഉറങ്ങിയത്. കിച്ചു. മോനെ കിച്ചു, എന്താടാ? എന്താ നിനക്കൊരു ഇളക്കം? വയറിളക്കാണോ? അതല്ലടാ, നിങ്ങൾക്കിടയിൽ മഞ്ഞുരുക്കി തുടങ്ങിയോ? എടാ, നിന്നോട് പറയാത്തൊരു കാര്യമുണ്ട്. എന്താടാ? ഞാൻ കണ്ടടാ അവളെ. ആരെ? ആരെ? അവളെ. തവളയോ? തവളയല്ലടാ, അവളെ. നിനക്കറിയില്ലേ, അന്ന് ഞാനൊരു ചിത്രം കാണിച്ചു തന്നില്ലേ? അവളെ. ഗുഡ്സ് കള്ളൻ. ആരാണത്? പറ. ദേ അകത്ത് കിടക്കുന്നു, ആ റൂമിനുള്ളിലും ഇപ്പതേ എൻ്റെ ഈ ഹൃദയത്തിനുള്ളിലും. നീ എന്തിനാ ബട്ടൺ സഹിക്കുന്നത്? അല്ല, ഹൃദയത്തിൻ്റെ ഉള്ളിലുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഒരാവേശത്തിന്. അല്ല, ഇതിനകത്തുണ്ടോ? നീ ഏതവളയാടാ വീട്ടിൽ വിളിച്ചേറ്റിരിക്കുന്നത്? ഓ ഇവൻ. എടാ, ഞാൻ അനുവിന്റെ കാര്യം പറഞ്ഞേ. ഓ, അനുവിന്റെ ആണല്ലേ? അനുവോ? എന്താ പറഞ്ഞേ? അതേടാ അനു, അവളാത്. അപ്പൊ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്ന ബസ്സിൽ വെച്ചല്ലേ?
അവളെന്നെ കാണുന്ന അവിടെ വെച്ചാ. പക്ഷെ ഞാൻ അവളെ കാണുന്നത് കടപ്പുറത്ത് വെച്ചാ. ഹാ, ശരിക്കും നീ എങ്ങനെയാണ് അവളെ കണ്ടേ? തെളിച്ചു പറയടാ. കിച്ചു പെട്ടെന്ന് ചുമരിലെ ലൈറ്റ് ഇട്ടു. ഹാ, നീ എന്തിനാ ലൈറ്റ് ഇട്ട്? നീല തെളിച്ചു പറയാൻ പറഞ്ഞു. അപ്പൊ തെളിച്ചു മരട്ടെ നിർത്തിയിട്ടാ. പറയാം കേട്ടോ. ഒന്ന് വേഗം പറയടാ. അല്ലേ വേണ്ട, നാളെ പറയാം. ബൈ.